യു എയിലെ നിങ്ങളുടെ കമ്പനിക്ക് നിങ്ങളുടെ വിസ കോസ്റ്റ് നിങ്ങളുടെ സാലറിയിൽ നിന്നും ഡിഡക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടോ? ഇതിന്റെ സത്യാവസ്ഥ എന്ത്? ഞാൻ ഇതിനു മുമ്പും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഒത്തിരി കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, എംപ്ലോയർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും വിസ കോസ്റ്റ് ഡിഡക്ട് ചെയ്യാം. അതുപോലെ തന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർട്ടിക്കിൾ 4 പ്രകാരം നമ്മൾ ഒരു ലേബർ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്യുവാണെങ്കിൽ ആ പൈസ ഡിഡക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇത് പറയാനുള്ള റീസൺ, ചില കമ്പനികൾ ഇപ്പോഴും വിസയുടെ കോസ്റ്റ് എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അത് ലീഗൽ അല്ല, ഇല്ലീഗലാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേബർ കോൺട്രാക്റ്റിൽ ഇത് മെൻഷൻ ചെയ്യുവാണെങ്കിൽ വിസയുടെ കോസ്റ്റ് ഡിഡക്ട് ആക്കാമെന്ന്. അതും ഒരു തെറ്റിദ്ധാരണയാണ്. യു എ ലേബർ ലോ ആർട്ടിക്കിൾ 6(4) പ്രകാരം എംപ്ലോയർക്ക് എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് റിക്രൂട്ട്മെന്റ് കോസ്റ്റും അതുപോലെ വിസയുടെ കോസ്റ്റും ഡിഡക്ട് ചെയ്യാനുള്ള യാതൊരു പ്രൊവിഷനും കൊടുക്കുന്നില്ല. അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? വിസയുടെ ഫീ, അതുപോലെ വർക്ക് പെർമിറ്റ് ഫീ, ലേബർ ഫീ, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ഫീ, പിന്നെ മെഡിക്കൽ ടെസ്റ്റിന്റെ കോസ്റ്റ്, അതുപോലെ തന്നെ എമറേറ്റ്സ് ഐഡിയുടെ കോസ്റ്റ്. അപ്പം നമുക്ക് എംപ്ലോയർക്ക് ഒരിക്കലും എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് പൈസ ചാർജ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും യു എ ലേബർ ലോ കൊടുക്കുന്നില്ല. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലേബർ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്യുവാണെങ്കിൽ ഈ പൈസ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യു എ ലേബർ ലോയ്ക്ക് എതിരായിട്ടുള്ള ഒരു കാര്യവും ലേബർ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഇത് ലേബർ കോൺട്രാക്റ്റിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. പിന്നെ കമ്പനികൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ട്രെയിനിങ് കോസ്റ്റ് ഡിഡക്ട് ആക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് നമ്മുടെ മോഹ്രി കോൺട്രാക്ട് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷനാണ്. അവർ സാധാരണ ചെയ്യുന്നത്, അല്ലെങ്കിൽ സാധാരണ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: ഒരു എംപ്ലോയീസിന് എന്തെങ്കിലും ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിങ്ങിന്റെ കോസ്റ്റ് എംപ്ലോയി ഒരു 1 ഇയർ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു പീരീഡ് ഉണ്ടാവും, ആ പീരീഡിനുള്ളിൽ റിസൈൻ ചെയ്യുവാണെങ്കിൽ എംപ്ലോയി അത് എംപ്ലോയർക്ക് റിട്ടേൺ ചെയ്യണമെന്ന് ഒരു പ്രൊവിഷൻ വെക്കാൻ പറ്റും. അതും പ്രോ ഡേറ്റ ബേസ്ഡ് ആയിരിക്കും. ഒരു ഫോർ എക്സാമ്പിൾ ഒരു 1 ഇയറിനുള്ളിൽ എംപ്ലോയി റിസൈൻ ചെയ്യുവാണെങ്കിൽ ഒരു 5,000 റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയി 6 മന്തിനുള്ളിൽ റിസൈൻ ചെയ്താൽ അവന് 2,500 മാത്രം കൊടുത്താൽ മതിയായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് പ്രോ ഡേറ്റ ബേസ്ഡ് ആയിരിക്കും. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ട്രെയിനിങ് കൊടുത്താൽ ഈ ട്രെയിനിങ് കൊടുത്തതിന്റെ സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ അതിന് പേ ഇൻവോയ്സ് എത്രയാണ്, അതെല്ലാം എംപ്ലോയർ അത് സൂക്ഷിച്ചു വെക്കാനും അവർ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ എംപ്ലോയറും തമ്മിൽ വേറൊരു കോൺട്രാക്ട് അവർ സൈൻ ചെയ്ത് വെക്കണം. അതും ഒരു പ്രൂഫാണ്. ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്, അത് എംപ്ലോയി വില്ലിംഗ് ആണ്, റീപേ ചെയ്യാൻ വില്ലിംഗ് ആണെന്ന് പറഞ്ഞ് ഒരു കോൺട്രാക്റ്റും അവർ സൂക്ഷിക്കണമെന്ന് എന്നുള്ളതാണ് നിയമം. അതുപോലെ തന്നെ ചില കമ്പനികൾ കണ്ടിട്ടുണ്ട്, ഈവൻ ദോ ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഈ ട്രെയിനിങ് കോസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു 1,000, 14,000 ഒക്കെ അവർ ലേബർ കോൺട്രാക്റ്റിൽ എഴുതി വെക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇത് ലേബർ കോർട്ടിൽ ചലഞ്ച് ചെയ്യുവാണെങ്കിൽ എംപ്ലോയർക്ക് ഈ ഒറിജിനൽ ഇൻവോയ്സ്, അതുപോലെ തന്നെ എന്ത് ടൈപ്പ് ട്രെയിനിങ് ആണ് അതിന്റെ സർട്ടിഫിക്കേഷനും എല്ലാം ലേബർ കോർട്ടിൽ കൊണ്ട് കൊടുത്താൽ മാത്രം നമ്മൾ ഈ പേയ്മെന്റ് റീപേ ചെയ്താൽ മതി. ചില കമ്പനികളൊക്കെ ഉണ്ട് കേട്ടോ, സാപ്പിന്റെ ട്രെയിനിങ്, അതുപോലെ തന്നെ PMB സർട്ടിഫിക്കേഷൻ ഒക്കെ എംപ്ലോയീസിന് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ളവർ അതിന് ഇൻവോയ്സും അവർ സൂക്ഷിച്ചു വെക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസ റീപേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ഒരു പർട്ടിക്കുലർ പീരീഡ് ആയിരിക്കും, മേ ബി 1 ഇയർ, 1.5 ഇയർ ഒക്കെ ആയിരിക്കും. അതിനുള്ളിൽ നിങ്ങൾക്ക് റിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇൻ കേസ് അതിനുള്ളിൽ നിങ്ങൾ റിസൈൻ ചെയ്യുവാണെങ്കിൽ പ്രോ ഡേറ്റ ബേസിൽ നിങ്ങൾ ആ പേയ്മെന്റ് കമ്പനിക്ക് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ്. അപ്പം ഫൈനലി നമ്മുടെ വിസ കോസ്റ്റ് എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും കമ്പനിക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എഗെയിൻ ഞാൻ ഇനിയും ഒരു കമന്റ് ഒന്നും എന്റെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നില്ല ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. എഗെയിൻ ഇത് വന്നത് ഒരു കൺഫ്യൂഷനിലാണ്. മിക്കപ്പോഴും ചില കമ്പനികൾ ഇപ്പോഴും വിസ കോസ്റ്റ് ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ട്രെയിനിങ് കോസ്റ്റും വിസ കോസ്റ്റുമായിട്ട് കൺഫ്യൂസ് ആയതാണ്. അപ്പം എഗെയിൻ ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാൻ പറ്റുന്നൊക്കെയാണെങ്കിൽ ആൻസർ ചെയ്ത് വീണ്ടും വീഡിയോ ആയിട്ട് വരാം.